നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇപ്പോൾ ഞാൻ വർക്ക് സൈറ്റിലാണ്. ഞാനൊരു ട്രെയിലർ കണ്ടു. വളരെ മനോഹരമായിരിക്കുന്ന ട്രെയിലർ. എന്താ പറയുക, ഒരു ജീവസുറ്റ കഥാപാത്രങ്ങൾ, ശക്തമായിട്ടുള്ള ട്രെയിലർ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചിത്രം ഒരു മുതൽക്കൂട്ടായി മാറാനുള്ള സാധ്യത മലയാള സിനിമാ മേഖലയ്ക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. മറ്റൊന്നുമല്ല, തൊട്ടപ്പൻ എന്ന സിനിമയുടെ ട്രെയിലർ കണ്ട വിശേഷമാണ് ഞാൻ പറഞ്ഞത്. അത് പറയാതിരിക്കുന്ന വൃത്തിയില്ല. അത്ര രസകരമായ രീതിയിലാണ് ആ ചിത്രത്തിൻ്റെ ട്രെയിലർ ഒരുക്കിയിരിക്കുന്നത്. ഈ ചിത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, തൊട്ടപ്പൻ എന്ന ചിത്രം വിനായകൻ എന്ന നടൻ്റെ മുഴുനീള കഥാപാത്രമാണ്. ആദ്യമായിട്ടാണ് ഒരു മുഴുനീള കഥാപാത്രമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം സംസ്ഥാന അവാർഡ് അടക്കം ഒരുപാട് പുരസ്കാരങ്ങൾ ഈ കാലഘട്ടത്തിനിടയിൽ നേടിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാ കഴിഞ്ഞ കൊല്ലം ഈമയോ എന്ന ചിത്രത്തിന് ശേഷം അതിനേക്കാൾ ശക്തമായ ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം തൊട്ടപ്പനിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ചിത്രത്തിൽ അദ്ദേഹത്തെ കൂടാതെ റോഷൻ, അതുപോലെ തന്നെ മനോജ് കെ ജയൻ, ചെമ്പൻ വിനോദ്, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, ലാൽ, അതുപോലെ തന്നെ പുതുമുഖമായ പ്രേംവദ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ആയി നമ്മുടെ നടിമാരൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഈ ചിത്രത്തിലൂടെ വരികയാണ്. റംസാൻ റിലീസായിട്ടാണ് ചിത്രം ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ റംസാന് എന്തു തന്നെയായാലും ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രമായി ഈ ചിത്രം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഒരു വൈറലായി മാറുക തന്നെ ചെയ്യും. കാരണം ചിത്രത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ കൂടി ഉണ്ട് എന്നുള്ള തോന്നൽ ജനിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ട്രെയിലർ ഇരിക്കുന്നത്. സ്ഫടികം എന്ന എക്കാലത്തെയും എവർഗ്രീൻ ക്ലാസിക് ചിത്രത്തിൻ്റെ സിനിമ രംഗം ഈ ചിത്രത്തിൽ മിക്സ് ചെയ്തിരിക്കുന്നു. വളരെ മനോഹരമായിട്ട് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ മിക്സ് ചെയ്തിരിക്കുന്നു. ചിത്രത്തിലെ ഒരു തിയേറ്ററിൽ സിനിമ കാണുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രംഗത്തിൽ കൂടിയിരിക്കുന്ന വിനായകൻ്റെ കൂടിയിരിക്കുന്ന ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുന്ന വ്യക്തിയെ റോഷനും വിനായകനും കൂടി തല്ലി ഒതുക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതികരണം മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഒരു ലോക്കൽ കഥാപാത്രമായിട്ടൊക്കെ മാറുക എന്നുള്ളത് വിനായകനെ സംബന്ധിച്ചിടത്തോളം വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ കണ്ടതാണ് കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ ഗംഗ എന്ന കഥാപാത്രമായ അദ്ദേഹം അരങ്ങ് തകർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ചിത്രവും അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാൻ സാധ്യതയില്ല. എന്തു തന്നെയാണെങ്കിലും ഈ ചിത്രത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. ചിത്രത്തിൻ്റെ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കിസ്മത്ത് എന്ന തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപാട് പ്രത്യാശ നൽകുന്ന ഒരു നവാഗത സംവിധായകനെ കടന്നു വന്ന ഷാനവാസ് ബാവക്കുട്ടി എന്ന സംവിധായകൻ നമ്മുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. മാത്രമല്ല, ഈ ചിത്രത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്, ശരിക്കും ഈ ചിത്രത്തിൻ്റെ കഥ എന്ന് പറയുന്നത് തൊട്ടപ്പൻ എന്ന ഒരു എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ കഥയുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ്. ചിത്രമായിട്ട് ഒരുക്കുമ്പോൾ അതിന് തിരക്കഥ രചിച്ചിരിക്കുന്നത് PS റഫീഖാണ്. അതിൻ്റെ ബേസ് കഥ അല്ലെങ്കിൽ തൊട്ടപ്പൻ എന്ന കഥ ശരിക്കും രചിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് നെറോണ എന്ന എഴുത്തുകാരനാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ കലാസൃഷ്ടി മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അങ്കമാലി ഡയറീസിൻ്റെയും എൻ്റെയും വക ഒരു ശുഭരാത്രി നേരുന്നു. ഈവനിങ് ടൈമാണ്. ഈ ടൈമിൽ നിങ്ങളുടെ ഒപ്പമായിരിക്കാനായിട്ട് സാധിച്ചതിന് വളരെ സന്തോഷം. ഈ ഒരു വിശേഷവുമായി പങ്കുവയ്ക്കാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധിച്ചതിന് വളരെ സന്തോഷം. തൊട്ടപ്പൻ ടീമിനും വിനായകനും ഷാനവാസ് ബാവക്കുട്ടിക്കും എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട്. ബൈ ബൈ.